Hi friends, welcome back to RirisKitchen. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു മാംഗോ പൈ ആണിത്. ഇതെല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ക്രഞ്ചി ടേസ്റ്റി മാംഗോ പൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു വലിയ മാങ്ങയാണ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ പാനിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കിയിട്ട് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ മാംഗോ പീസസ് എല്ലാം നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഞാനതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു വലിയ തീയില്ല, ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മാങ്ങയെല്ലാം ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. മുഴുവനും ഉടഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ചെറിയ ഒരു മാഷി സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല, കഴിക്കാൻ നേരത്ത് കടിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതിലേക്ക് ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മാങ്ങ നല്ലോണം പഴുത്തില്ലെങ്കിൽ അതിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇത് കുറച്ച് വെള്ളമായിട്ട് വന്നിട്ടുണ്ട് ഇതുരുക്കിയിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അല്പം വെള്ളവും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സാണിത്. ഇത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ കുറുകി കിട്ടിക്കോളും. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട പിടിച്ചോളൂ. നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യ്. നമ്മൾ പൂരിക്കെല്ലാം മാവ് തയ്യാറാക്കില്ലേ, അതുപോലെ തന്നെ നെയ്യും പഞ്ചസാരയെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ മാവും തയ്യാറാക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു സാധാരണ മുട്ടയാണ്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ, അതേപോലെ പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് റൗണ്ടായിട്ട് പരത്തും. ഇതിപ്പോൾ ഇത്തിരി സ്ക്വയറായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പരത്തിയിട്ട് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ മാവിൽ നിന്ന് 2 ബോൾസായിട്ട് എടുക്കാം. കുറച്ച് വലിയ ബോളായിട്ട് എടുത്താൽ മതി. എന്നിട്ട് കുറച്ച് പൊടി തടവി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനി പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിലായിരിക്കും നമ്മൾ പരത്തിയെടുക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഫില്ലിങ് വെക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിവിടെ 2 ബോൾസും പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ സ്ക്വയറായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇതിൽ നിന്ന്
നമുക്ക് 4 പോർഷൻസ് കിട്ടും. ഇത് നമ്മൾ ഇപ്പോൾ സ്ക്വയർ ആയിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ സ്ക്വയർ ആയിട്ട് കിട്ടണം. ഇവിടെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഷേപ്പിൽ നമുക്ക് സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇതേപോലെ ഒരു ഷീറ്റ് എടുക്കാം, മാവിൻ്റെ എടുക്കാം. ഇനി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഫില്ലിങ് വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. സൈഡെല്ലാം നല്ലോണം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫോർക്കും കൊണ്ട് നമുക്കൊന്ന് സൈഡിൽ കൂടെ ഒരു ഡിസൈൻ പോലെ ചെയ്യാം. ഞാൻ ഫോർക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇത്തിരി ഗീ എന്തെങ്കിലും ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോർക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ഗീ കുറച്ച് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ, അപ്പോൾ ഇത് വിട്ടു പോവില്ല. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വിട്ടു പോവില്ല. ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് നമ്മുടെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ എടുക്കാം. ഞാനപ്പോൾ അതിനായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് എഗ് വാഷാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് പുറമേ ഒന്നിങ്ങനെ തടവി കൊടുക്കുന്നതേ ഉള്ളൂ. ഡിപ്പ് ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് എഗ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കുകയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എഗ് വാഷ് ചെയ്ത് ഓരോ പയ്യും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ വരെ നമുക്ക് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ, കരിഞ്ഞു പോകരുത്, നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. മുട്ട ചേർത്തുകൊണ്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ മാവിലും ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു എഗ് വാഷും ചെയ്തുകൊണ്ട് ഇത് നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാംഗോ പൈസ് എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് തോന്നും, പക്ഷേ ഉള്ളിൽ നല്ല മാഷി ആയിട്ടുള്ള മാംഗോ ഫില്ലിംഗ് ആണുള്ളത്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു റെസിപ്പിയാണ് വരുന്നവരേക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.